പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്ദർശനം ഏത് സമയത്തും പരിശുദ്ധ അമ്മയുടെ കടുത്ത സാന്നിധ്യം, മധ്യസ്ഥ സാന്നിധ്യമുള്ള സമയമാണ്. കൃപാസന ഉടമ്പടി ധ്യാനം നമ്മളിവിടെ കൂടുന്നവർ മാത്രമല്ല, ഓൺലൈനിൽ കൂടുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരൊക്കെ പഴയ ധ്യാനങ്ങൾ പോലും കൂടിയാലും കർത്താവിൻ്റെ അഭിഷേകം അവർക്ക് അനുഭവിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റു ധ്യാനങ്ങൾ കൂടുന്ന പോലെയല്ല, അമ്മമാതാവിൻ്റെ തനി സാന്നിധ്യം, മധ്യസ്ഥ സാന്നിധ്യം ഇപ്പോഴും നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലെ യേശുവിനോട് മധ്യസ്ഥ യാചിക്കുന്ന വലിയ സമയമാണ്. ആ ഒരു ബോധത്തിൽ വേണം എൻ്റെ മക്കൾ ഉടമ്പടി ധ്യാനം പങ്കെടുക്കാൻ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ബോധ അവബോധങ്ങളെ അങ്ങയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ അഭിഷേകത്തിന് ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കണമേ. ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഉറക്കമില്ലാത്ത അവസ്ഥകള്, മാറാത്ത രോഗങ്ങള്, തീരാത്ത കടങ്ങള്, എന്ത് ചെയ്യണമെന്നറിയാത്ത മാനസിക അവസ്ഥകള്, കുടുംബത്തിന്റെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങള്, എല്ലാ മേഖലകള് യേശുവിന്റെ ശക്തിയാൽ നിറയട്ടെ. അമ്മ മറിയാം ഇപ്പോൾ മാധ്യസ്ഥം വഹിക്കട്ടെ. യേശുവിന്റെ ശക്തി ഉയരട്ടെ. യേശുവിന്റെ ശക്തി മഹത്വപ്പെടട്ടെ. സ്തോത്രം, യേശു സ്തുതി, യേശു ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വശം ഭുജമെന്ന് പറയാം അല്ലേ, നമ്മുടെ ഭുജത്തിന് താഴെയുള്ള വശത്ത് ഇങ്ങനെ കരിവാളിച്ച് കിടക്കുന്ന ഒരു വ്രണത്തെ, അതായത് എൻ്റെ സൈഡിൽ വയലറ്റ് കളറാണ്, നടുക്കാണ് ചുവപ്പ്. ആ വ്രണത്തിൻ്റെ കളർ പഴകിയ വ്രണം, പൊറുക്കാത്ത വ്രണം. കർത്താവ് അതിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അസ്ഥികൾ കൂടുന്ന സന്ദേശമുണ്ട്. അസ്ഥികൾ കൂടുന്ന, പ്രത്യേകിച്ച് അച്ഛനെ കാണിക്കുന്ന അസ്ഥികൾ, അതായത് നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ഭാഗത്തെയും അസ്ഥി വിട്ടുപോയവരെ, ഇതെല്ലാം കിടപ്പ് രോഗികളായിരിക്കും, ചിലപ്പോൾ വീട്ടിലുള്ളവരായിരിക്കും, നിങ്ങളിവിടെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. കർത്താവ് എനിവേ അസ്ഥി കൂടാത്തവരെ സമർപ്പിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞങ്ങളുടെ കൂട്ടത്തിലോ ഞങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലോ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിലോ അപകടത്തിൽ വന്നിട്ടുണ്ട് അസ്ഥികളിലെ പരിക്കുള്ളവരെ ഇപ്പോൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറുമാർന്ന വലത്ത് കരത്താൽ അണിപ്രതാർന്ന അത്ഭുത കരത്താൽ അവരെ സ്പർശിക്കണമേ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി മാരക രോഗികൾ നിറയട്ടെ. മാരക രോഗികൾ നിറയട്ടെ. മാരക രോഗികള്, ക്യാൻസർ രോഗികള്, കരൾ രോഗികള്, കിഡ്നി രോഗികള്, എല്ലാവിധ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ യേശുവേ, അങ്ങയുടെ പങ്കപ്പാടുകളെ അടിയങ്ങൾ കൊമ്പിട്ട് ആരാധിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, ശ്രദ്ധിക്കട്ടെ. ഒരു ഇരിപ്പ് രോഗിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. അതായത് വളരെ പ്രാകൃതമായ ഒരു അവസ്ഥയാണ്. കറുത്ത് പഴയ ചൊറിയുടെ വടുക്കളൊക്കെ അതുപോലെ കണ്ടു പ്രാകൃതകോലമായിരിക്കുന്ന. അപ്പം നിങ്ങൾ വീട്ടിലുള്ളവരൊക്കെ പറയണം, മരിക്കണില്ലല്ലോ എന്ന്. കാര്യം അവർക്ക് നല്ലതല്ല മരിക്കണതെന്നുള്ള രീതിയിലാണ് അവർ നമ്മൾ സംസാരിച്ച് പോണത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് നമ്മൾ കൈവിട്ട രോഗികളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. അവരാണ് ശരിക്കും പറഞ്ഞാൽ, അവരെ ശുശ്രൂഷിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ കുരിശിൻ്റെ വഴിയെന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലുള്ള കുരിശിൻ്റെ വഴി ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ
നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഞെരുക്കങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ്. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും എപ്പോഴും രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്ക് എതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയുണ്ടാവും. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ ഉള്ള കാരണം ആ സമയത്ത് അനേകം മക്കളെ ഏറ്റവും അവിടെ സൗഖ്യപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. ഇപ്പോഴും നമ്മുടെ തകർന്നുപോയ കുടുംബങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ കർത്താവ് കുറച്ച് മുമ്പ് ഒരു താഴ് കാണിച്ചു തരും. അതായത് എപ്പോഴും നഷ്ടപ്പെട്ടു പോയ വരുമാന മാർഗങ്ങൾ, അതാണ് പൂട്ടപ്പെട്ട താഴ്. അതൊരു മെസ്സേജാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു മെസ്സേജാണ്. പ്രാർത്ഥിക്കുക മാത്രമേ അത് വരത്തുള്ളൂ, അല്ല വെറുതെ ഞാൻ ഇരിക്കുമ്പോൾ വരത്തില്ല. ആൾക്കാരെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും സ്തുതിക്കുമ്പോൾ കർത്താവ് പൂട്ടപ്പെട്ട താഴ് കാണിക്കുന്നത്. ചിലപ്പോൾ ഞണ്ട് കാണിക്കും, ചിലപ്പോൾ നക്ഷത്രം കാണിക്കും. അത് അടയാളമാണ്. എനിക്ക് 36 കൊല്ലം ഈ മെസ്സേജിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. കാര്യം ആ ദിവസങ്ങളിലെല്ലാം ആൾക്കാർ പിന്നീട് സാക്ഷ്യം പറയണത് കേൾക്കാം. ഇപ്പോൾ എന്നെ താഴെ കാണിച്ചിരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് തീർന്നോ, ഇനി മുന്നോട്ടില്ല, ഇത് ക്ലോസ് ചെയ്യാം, ഈ ഫയല് ക്ലോസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ ഉപരിപഠനമായിരിക്കും, നിങ്ങൾ തോറ്റത് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയായിരിക്കും, MOH ഹാദ് അങ്ങനെയുള്ള പരീക്ഷകളായിരിക്കും. അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക, ഇനി എഴുതണ്ട, ലാസ്റ്റ് എഴുത്താണെന്ന് വിചാരിക്കണേ. ഇങ്ങനെ അതാണ് പൂട്ടപ്പെട്ട താഴെന്ന് പറയണത്. ഇപ്പോൾ ചിലപ്പോൾ കച്ചവടം കോവിഡ് വന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ കച്ചവടവും പൂട്ടിപ്പോയി കാണാം. ചിലപ്പോൾ റബ്ബറിൻ്റെ ബിസിനസ്സാകാം, ചിലപ്പോൾ മത്സ്യ കച്ചവടമാകാം, ചിലപ്പോൾ ചെറുകിട വ്യാപാരമാകാം, ചിലപ്പോൾ ഹോൾസെയിലാകാം. വാട്ടർ മീത ബിസിനസ് അത് ക്ലോസ് ചെയ്തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പറ്റിച്ചതാകാം. ചിലപ്പോൾ അതിൻ്റെ പേരിൽ കേസ് കിടക്കണ കാരണം നിങ്ങൾക്ക് തുറക്കാൻ പറ്റാത്തതാകാം. ചിലപ്പോൾ സർക്കാർ റിസീവറിലാകാം. വാട്ട് ബി ദ സിറ്റുവേഷൻ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നു. ശ്രുതികട്ടെ 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 അതിശക്തമായ ശ്രുതികട്ടെ ശ്രുതികട്ടെ. യേശുവിൻ്റെ അടുത്ത് വരുമ്പോഴേ എന്താണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയണത്? ഒരു ഫയലും ക്ലോസ് ചെയ്തിട്ടില്ല. യേശുവിൻ്റെ അടുത്ത് വരുമ്പോഴേ ഒരു വാതിലും അടഞ്ഞിട്ടില്ല. അഥവാ അടഞ്ഞു പോയ വാതിലുകളെ ഈ ആരാധനയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. അപ്പോൾ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ചിലപ്പോൾ മ്യൂച്വൽ ആയിട്ട് ചില കോടതി ഒപ്പിട്ട് കൊടുത്തായിരിക്കാം. പക്ഷെ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇത്രയും എത്തേണ്ട കാര്യമില്ലായിരുന്നോ, ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ വാശിപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പോയതാണ്, പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതിനേക്കാൾ വലിയ ഒരു പുലിമാരണത്തിനാണ് കല്യാണം കഴിക്കാൻ പോകണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളായിരിക്കും നിൻ്റെ ജീവൻ എടുക്കാൻ പോകണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വി ഡോണ്ട് നോ. അപ്പോൾ പലപ്പോഴൊക്കെ അപ്പോഴപ്പോഴോ വൈകാരികമായുള്ള സിറ്റുവേഷനിലെ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിന് പറ്റാത്ത തീരുമാനം എടുക്കുമ്പോഴേ നമുക്ക് ഒറ്റയ്ക്ക് ചില സമയത്ത് പ്രയാസം ഉണ്ടാകും. എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റായാൽ മതിയായിരുന്നു. വിവാഹത്തിൻ്റെ വിഷയമായാലും ശരി, മക്കളില്ലാത്ത അവസ്ഥയായാലും ശരി, പല കാര്യങ്ങൾക്ക് പരദൂഷണം കേൾക്കുന്ന അവസ്ഥയായാലും ശരി, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയായാലും ശരി, വാട്ടെവർ മേ ബി ദ കേസ്, കർത്താവ് നിന്നെ സംരക്ഷിക്കാൻ പോകുന്നു. നീ സ്തുതിക്കട്ടെ, കർത്താവ് നിന്നെ ശ്രദ്ധിക്കാൻ പോകുന്നു. പിള്ളേർക്കുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കാം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ആന്തരിക പല അവയവങ്ങളും വളരണില്ല, വേണ്ടത്ര തൂക്കമില്ല. ചിലപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്ത് കളയാം, അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടി ചിലപ്പോൾ നിനക്ക് നിർദ്ദേശം കിട്ടിയ വ്യക്തിയാകാം ഈ ധ്യാനം കൂടണത്. ആ സമയത്തെല്ലാം നീ ഉദരത്തിലെ അച്ഛൻ എന്ത് പറഞ്ഞാലും എൻ്റെ മകള് ആ ശരീരത്തിൻ്റെ ആ ഭാഗങ്ങൾ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവ് നിന്നെ അടിപ്പിണർ പോലെ സൗഖ്യപ്പെടുത്തും. ഇത് കൃപാസനമാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതുപോലെ 10,000-ങ്ങളെ സുഖപ്പെടുത്തിയ ഒരു വിശുദ്ധമായ മണ്ണിലാണ് നീ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അഥവാ ഓൺലൈൻ ധ്യാനം കൂടുന്നവരാണെങ്കിൽ ആ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ്, അൾത്താറയിൽ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്താണ്. എനിക്ക് 1 മീറ്റർ പുറകിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് 2004. 10 അടുത്ത് നിന്നുകൊണ്ടാണ് ഈ ധ്യാനം നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നീ ദൈവസാന്നിധ്യ ബോധം ഉണ്ടാകണം. നിൻ്റെ മക്കളെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ടാവും, അവരുടെ പഠനത്തെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ടാവും, അവരുടെ അവരുടെ സ്വഭാവത്തിൻ്റെ ശൈഥില്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മക്കളും, ചില വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങളാണ് ഈ ദിവസങ്ങൾ പുതുതായിട്ട് റേസ് ചെയ്യണത്. അതായത് വെള്ളത്തിൻ്റെ പ്രശ്നം വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാകാം. മാർച്ച് മാസവും ഏപ്രിൽ മാസവും വരുമ്പോഴേ കുടിവെള്ളം കിട്ടത്തില്ല. മഴ പെയ്യുമായിരിക്കും, പക്ഷേ കിണറ്റുകൊണ്ട് ജീവിക്കുന്നവർക്ക് അതിന് വെള്ളമില്ല. ആ മേഖലയെല്ലാം സമർപ്പിക്കപ്പെടേണ്ട വിഷയമാണ്. അവിടെ എല്ലാം ശാശ്വത പരിഹാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മാതാവിൻ്റെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രശ്നം 10,000-കണക്കിനാണ് ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവവുമായിട്ട്. അവർ അതിനേക്കാൾ നല്ല ചൈതന്യത്തോടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ സുഹൃത്തുക്കളുടെ ആസ്തി എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ശക്തിയാണ്. ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ സഞ്ചാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം.
കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. 33:14-16 വാഗ്ദാനമാണ്. ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പുറപ്പാട് 33:14 ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ഇത് മരിയൻ, നമ്മളിവിടെ ചെയ്യുന്ന മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ചെയ്യുന്ന ഉടമ്പടിയാണ്, യേശുവിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലും മാതൃകയും ചെയ്യുന്ന ഉടമ്പടി. മാതാവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നിൻ്റെ സഞ്ചാരങ്ങളെ സമർപ്പിക്കണം. കാര്യം നിൻ്റെ കൂടെ സഹസഞ്ചാരിയായിട്ടാണ് മാതാവ് പലർക്കും ഇപ്പോഴ് പ്രത്യക്ഷപ്പെടുകയും സാന്നിധ്യം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സഞ്ചാരങ്ങളില്ലേ, ഇപ്പോൾ നിങ്ങൾ ബാങ്കിലേക്ക് പോവുകയാണ്, അത് സഞ്ചാരമാണല്ലേ. ലോൺ എടുക്കാൻ വേണ്ടി പോകുന്ന ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഇന്നിട്ടുണ്ട് സാക്ഷ്യം. എന്താ സംഭവിച്ചാൽ അവർക്ക് വീടില്ലാതെ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവളെക്കുറിച്ച് പറയും കർത്താവ് എന്നിലൂടെ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എൻ്റെ കാര്യമല്ലാന്ന്, പക്ഷേ ഇത് ആരുടെയൊക്കെ കാര്യമാണ്. ആരൊക്കെ ഇത് കേട്ടിട്ട് ഇരുന്ന് കരയുന്നുണ്ടാവും, കർത്താവിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. എന്ത് സംഭവിച്ചില്ല, അവർക്ക് അപ്പം തന്നെ ബാങ്കിൽ നിന്ന് ഓൺലൈനിൽ തന്നെ ധ്യാനം കൂടുന്ന സമയത്ത് തന്നെയാണ് അവിടെ ഫോണിൽ മെസ്സേജ് വരണത്. അപ്പോൾ അത്രയും സ്പീഡായിട്ടാണ് വരണത്. ഇപ്പം നിങ്ങളുടെ സഞ്ചാരങ്ങളെല്ലാം സമർപ്പിക്കണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് വിത്ത് ഹെൽഡായിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വിത്ത് ഹെൽഡായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകണം. എവിടെയാണ് വിത്ത് ഹെൽഡായി പോയിരിക്കുന്നത് അവിടെ പോകണം. ആ സഞ്ചാരം ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. മാതാവ് നിങ്ങളുടെ കൂടെ ഉടമ്പടി പ്രകാരം അതിൻ്റെ വാഗ്ദാനം അനുസരിച്ച് കൊണ്ടുവരും. ചിലപ്പോൾ നിങ്ങൾക്ക് എംബസി പോകേണ്ടവരായിരിക്കാം, ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ആയിരിക്കാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സഞ്ചരിച്ചെത്തും. അത് ഉടമ്പടിയുടെ മാത്രം ഒരു അനുഗ്രഹമാണ്. അതായത് ഞാനീ പറയുന്ന എല്ലാം സാക്ഷ്യം കേട്ടതിന് ശേഷമാണ്. ഒറ്റപ്പെട്ട സാക്ഷ്യമാണ്, ഒരു 5-6 സാക്ഷ്യമാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, മേ ബി ആൾക്കാർക്ക് ഒറ്റപ്പെട്ടതായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇത് സ്ഥിരമായിട്ട് സഞ്ചാരം നടക്കുന്നുണ്ട്. എവിടെയെല്ലാം ആരെല്ലാം ആത്മാർത്ഥമായിട്ട് അമ്മയെ ഉടമ്പടി പ്രകാരമാണ് ജീവിക്കുന്നു, അവിടെ കൂടെ ആശുപത്രി വരും. ആശുപത്രി വന്നിട്ടും പറയും ഇത് ഒപ്പീനിയനല്ല, ഇത് ഡോക്ടർ ഈ പറയുന്നതല്ല കാര്യം, നീ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. അത് നിൻ്റെ ചെവി എന്നോട് പറഞ്ഞു തരും, നീ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. എടുത്തതിന് ശേഷം പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അതെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. അതായത് മാതാവ് സഞ്ചരിക്കുക മാത്രമല്ല, സംസാരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. യാക്കോബ് അപ്പച്ചൻ്റെ സാക്ഷ്യം. അങ്ങേർക്ക് 74 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് ഉണ്ടായി നമുക്ക് 70 വയസ്സ്. ഹാർട്ടിൻ്റെ പ്രശ്നമാണ്, അനങ്ങാൻ പാടില്ല, വീട്ടിൽ കിടപ്പാണ്. അപ്പോൾ വൈഫിൻ്റെ കിടപ്പ് കണ്ടിട്ട് അനങ്ങാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വൈഫിൻ്റെ കിടപ്പ് കണ്ടിട്ട് അപ്പച്ചൻ ഇവിടെ വന്നു. അങ്ങേർക്ക് കൊണ്ട് 70 വയസ്സ്, കൊല്ലത്തുനിന്ന് വണ്ടി കയറി ഇവിടെ വരണം. അപ്പോൾ എന്നപ്പോൾ കഴിഞ്ഞിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ തിരക്കും ഭയങ്കര ബഹളമായത് കാരണം ഓഫീസിൽ ചോദിച്ചു, എൻ്റെ വൈഫിന് അസുഖമാണ് ഹാർട്ടിൻ്റെ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുക്കണം, അതിന് അല്ല അച്ഛനെ കാണാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു അത് ആളെ കൊണ്ടുവന്നാലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കൊണ്ടുവരാൻ പറ്റിയ കണ്ടീഷനല്ല. അപ്പോൾ അപ്പച്ചൻ പക്ഷേ വയസ്സാണെങ്കിലും ഈ സ്റ്റെയർ കേസൊക്കെ കയറിപ്പോയി പാവപ്പെട്ടവൻ ഉടമ്പടി ചെയ്യണ കാര്യം ആത്മാർത്ഥമാണ്, അതാണ് സംഭവം. പാവപ്പെട്ടവൻ ഉടമ്പടി എടുത്ത് എന്നൊക്കെ അറിയില്ല 3-ാം നില വരെ കയറിപ്പോകണം. കാറ്റ് മീൻസ് ഉടമ്പടി എടുക്കാൻ ചങ്കൂറ്റമുള്ളവർ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. കാര്യം അല്പം ബുദ്ധിമുട്ടാണ് കണ്ടത്, അപ്പം തന്നെ അവർ വണ്ടി വിട്ട് പോയിക്കോളും. കാരണം ഉടമ്പടി ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒന്തിവിട്ട് പ്രഷോ പോലെ ചെയ്യാൻ പറ്റത്തില്ല. 3.5 മണിക്കൂർ വേണം ഇതിൻ്റെ അകത്ത് ആൾക്കാർ അതിൻ്റെ കൗൺസിലിംഗ് ആയിട്ടും ധ്യാനമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ മാത്രമേ ഉടമ്പടി എടുക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് നോക്കി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവർ പോകും, പിന്നെ വരാമെന്ന് വിചാരിച്ചു വരുമോ. കാര്യം അവിടെ ആ വിഷയം അത്രയും സീരിയസ് അല്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഇത് എന്നെ മാതാവാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് അബോർഡ്, അവസാനത്തെ ഒരു സ്ഥലമാണിത്, ഇനി എനിക്ക് വേറെ വഴി പോകാനില്ല, അമ്മയാണ് എന്നെ കൊണ്ടുവന്നതെന്ന് അവർക്ക് ബോധ്യമുള്ളവർ എന്ത് കഷ്ടപ്പാട് ചെയ്തു അത് ചെയ്തിരിക്കും. പക്ഷെ ചെയ്തവരുടെ ഫലമെന്ന് പറയണത് നമുക്ക്, ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലമായി ഈ ഉടമ്പടി വന്നിട്ട് അതുകൊണ്ട് 2015 അമ്മ ഉടമ്പടി തരണത്. അതിനുശേഷം വന്നിട്ടുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം, ഇത് ഓൺലൈനിൽ കേൾക്കുന്നവരായാലും ശരി, ഇവിടെ ഇരിക്കുന്നവരായാലും ശരി, എന്താ കാര്യം, അല്ലെങ്കിൽ അമ്മ നിങ്ങളെ കൊണ്ടുവരത്തില്ല ഇവിടെ. അപ്പം ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ട് വന്ന കാര്യമില്ല, ദൈവമായിരിക്കും അവരിലൂടെ പ്രവർത്തിച്ചിരിക്കണത്. അപ്പം അതുകൊണ്ട് ഈ ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ കേൾക്കുന്ന ഈ സമയമായാലും ശരി, കർത്താവാണ് നിന്നെ കൊണ്ടുവന്നതെന്നുള്ള ബോധം നിനക്കുണ്ടാവണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ധ്യാനം കൂടാൻ ഭാഗ്യം തന്നതിലെ നന്ദി പറയുന്നു. കർത്താവേ, ഈ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴേ ഞങ്ങളുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും നീ ഏറ്റെടുക്കുകയും സഞ്ചരിച്ച് ഞങ്ങളുടെ കൂടെ വരികയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ അപ്പച്ചൻ ഉടമ്പടിയുടെ വൈഫിന് വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇത്രയും പ്രായമായിട്ടും 70 വയസ്സുണ്ടെന്ന് വെച്ചാൽ ആളെ കണ്ടിട്ട് അത്രയ്ക്ക് ഒരു ആരോഗ്യമുള്ള ലക്ഷണമല്ല ഞാൻ ടി വിയിൽ കണ്ടിട്ട്. പക്ഷേ എങ്കിലും ആ വൈഫിന് വേണ്ടി അങ്ങേര് 74 വയസ്സ് വരെയുള്ള അങ്ങേര് ഇവിടം വരെ വന്ന് കഷ്ടപ്പെട്ട് ഇത് ചെയ്യാൻ ആ വൈഫിനോട് അങ്ങേർക്ക് അത്ര സ്നേഹം തോന്നിയല്ല. ഈ പ്രായത്തിലും സാധാരണ ഈ പ്രായം അത്ര സ്നേഹം തോന്നുന്ന ഒരു പ്രായം അല്ല. അവർക്ക് 70 വയസ്സുണ്ട്, ഇങ്ങനെയൊക്കെ 74 വയസ്സുണ്ട്. പഴയെന്ന് വെച്ചാൽ ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരീരവും ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന, സൗന്ദര്യം ഉണ്ടാകുന്ന സമയത്ത് കാണിക്കുന്ന സ്നേഹങ്ങളൊക്കെ ഒരു പ്രകൃതിപരമായി ജൈവമായിട്ടുള്ള ഒരു ജൈവവാസനകളാണ്. നിങ്ങൾക്കറിയാത്തല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ ചെറുപ്പകാലത്ത് കാണിച്ചു കൂട്ടുന്ന എല്ലാ അഭ്യാസങ്ങളും ഒരു ജൈവവാസന, ഒരു മനുഷ്യൻ ഒരു അനിമൽ എന്ന രീതിയിലുള്ള ഒരു ജൈവവാസനയാണ് പകുതി മുക്കാൽ. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സർവൈവ്ഡ് ലവ് എന്ന് പറയുന്നത് 60 വയസ്സിന് ശേഷമാണ്. 60 വയസ്സിന് ശേഷവും നിൻ്റെ ജീവിത പങ്കാളിയെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ശരിക്കും ആ കൂദാശയോട് ആഴമായ പ്രതിബദ്ധതയുള്ള ആളാണ്. കാര്യം എന്താണ്? നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുകയല്ലേ ദൈവത്തോട്. കൂദാശ, മരണം വരെ ആളെ സ്നേഹിച്ചോളാവുന്ന X4Y ഫോർ ഹസ്ബൻഡ് അല്ലേ, മരണം വരെ. അപ്പോൾ ദൈവത്തോട് 60 വയസ്സ് കഴിഞ്ഞ് നിൻ്റെ ജീവിത പങ്കാളിയെ നീ ആത്മാർത്ഥമായിട്ട് തന്നെ അവളുടെ കാര്യം അവൻ്റെ കാര്യം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തതയുള്ള ആളാണ്. എനിക്ക് മനസ്സിലായത് യാക്കോബ് അപ്പച്ചൻ ശരിക്കും ഉടമ്പടിയോട്, വിവാഹ ഉടമ്പടിയോട് വിശ്വസ്തതയുള്ള ആളാണ്. അദ്ദേഹം ഈ 74 വയസ്സിൽ ഇതിൻ്റെ മുകളിലെല്ലാം കയറി ഉടമ്പടിയെല്ലാം ചെയ്തിട്ട് വൈഫിനെ കൊണ്ടുവരാൻ പറ്റാത്ത സങ്കടവും മാതാവിനോട് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. കാര്യം കിടന്നുപോയ ആളാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹാർട്ടിൻ്റെ പ്രോബ്ലം കാരണം. പക്ഷെ ചെല്ലുമ്പോൾ ഇവർ എഴുന്നേറ്റിരിക്കുകയില്ലായിരുന്നു, നടക്കണ്. ഇയാൾ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ നീ എപ്പോൾ നടന്ന്? അതേ ഒരു സ്ത്രീ വന്നിട്ടേ എന്നോട് ചോദിച്ചു എന്താ കൃപാസനത്തിൽ പോകാഞ്ഞെന്ന്. എന്നിട്ട് എൻ്റെ കയ്യെ എൻ്റെ തലയെ കവിച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ട് പോയി. അപ്പം ഞാൻ നടന്നെന്ന്. ഇതാണ് സഞ്ചാരി മാതാവെന്ന് പറയണത്. നമുക്ക് കാണാമല്ലോ, നിങ്ങൾ യൂട്യൂബിലുണ്ട് അവരുടെ സാക്ഷ്യം. 74 വയസ്സുള്ളവർ ഭംഗിയായിട്ട് ഭംഗിയൊക്കെ വെച്ച് പറയുക ആൾക്കാർ ഇല്ല, അവർ ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ. 74 വയസ്സുള്ള അത് ഭാര്യയും ഭർത്താവും കൂടി വന്നെന്നാണ് സാക്ഷ്യം പറയണത്. അതാണ് രസം. ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ എന്നെ ആളിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ സംഭവം. അച്ഛനല്ല ഇവിടുത്തെ കഥാപാത്രം, അമ്മയാണ് കഥാപാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. എനിക്ക് അമ്മ എൻ്റെ വീട്ടിൽ വരണം, അമ്മയെ എനിക്ക് കാണണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ഉടമ്പടി വൃത്തിയും മെനയുമായിട്ട് ചെയ്യും. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അത് ചെയ്യൂ. ഇത്രയും ചെയ്യണമല്ലോ, പത്രം കൊടുക്കണമല്ലോ, രോഗികളെ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈശോ പറയുമ്പോൾ അവർ ഉടമ്പടി ചെയ്യാതിരിക്കണതാണ് നല്ലത്. കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു അഭിഷേകം വരും നമുക്ക്. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഞാൻ കാണുന്നില്ല, ഒരു ദിവസം 80 പേരൊക്കെ കാണും. അപ്പോൾ 80 പേരെ കാണുമ്പോൾ എനിക്ക് ആന്തരിക അഭിഷേകമുണ്ട്, കാണാനുള്ള കൊതി. അല്ലാതെ നിങ്ങളവർക്ക് ഞാൻ വാരിക്കെട്ടി പ്രാർത്ഥിക്കത്തില്ല. ജസ്റ്റ് ഓക്കെ മോൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, പൊയ്ക്കോ എന്ന് പറയും. അത്രേ ഉള്ളൂ, സിമ്പിളാണിത്. അതിനൊരു ആന്തരിക അയ്യോ 80 പേരുണ്ടല്ലോ, ഇനി എപ്പോൾ കാണാൻ പറ്റുമോ, ചോറെപ്പം തിന്നാൻ പറ്റുമോ, വിശക്കണമല്ല എന്നൊക്കെ. ഇതാണ് പ്രശ്നം. അത് മെക്കാനിക്കലാണ്. നിങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം അനോയിൻറ്റിങ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് പ്രശ്നം. ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു പ്രീ അനോയിൻറ്റിങ് ആവശ്യമുണ്ട്. അച്ഛൻ നിങ്ങളെ കാണുന്നതിൻ്റെ സന്തോഷത്തോടെയാണ് കാണുന്നത്. എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും ജപ്റ്റിനടിയാണ് അച്ഛൻ ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ നിൽക്കുമല്ലോ, നമുക്ക് ആളുണ്ടല്ല പറയാൻ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയല്ലേ ഉടമ്പടി. നിങ്ങളെപ്പോഴും കിട്ടിയ ഉടമ്പടി പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാണ്, അല്ല ഉടമ്പടിയുടെ തന്നതല്ല. അമ്മയുടെ പ്രത്യക്ഷീകരണം അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും സഭ ആ അടയാളങ്ങൾ കണ്ട് പഠിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് നാളെ പറയുകയും ചെയ്യാൻ വേണ്ടിയാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യം തന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നത്.
അപ്പോൾ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഒരു വാക്കുണ്ടായിരുന്നു 2000 എന്താണ്? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അത് ആൾക്കാർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഉടമ്പടി വരണത്. അതുകൊണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം വരണത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കണം, അമ്മേ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചേ, അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ദൈവ മനസ്സനുസരിച്ചുകൊണ്ട് എല്ലാ ദുരന്തങ്ങളെയും പ്രാർത്ഥന കൊണ്ട് പ്രതിരോധിക്കാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ ചൈതന്യത്തെ ഊതി കത്തിക്കണമേ. അഭിഷേകത്തോടെ മുന്നഭിഷേകത്തോടെ ലളിതമായി മനസ്സ് ഭാരപ്പെടാതെ ഉടമ്പടി എടുത്ത് നിറവേറ്റുവാൻ ഉടമ്പടി പ്രവർത്തിച്ചുകൊണ്ട് വിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ യേശുവിനെ സ്വീകരിക്കാൻ യേശുവിനെ ലോകത്തിന് കൊടുക്കുവാൻ ഈ ഉടമ്പടി പ്രകാരം അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോൾ ഈ സഞ്ചാരങ്ങളെ ഒന്ന് സമർപ്പിക്കണം, നല്ലതായിരിക്കും. സഞ്ചാരം പലതരത്തിലുള്ള സഞ്ചാരം ഇല്ലേ? ഇപ്പം നിങ്ങൾ